നമുക്ക് പ്രാർത്ഥിച്ച് ബാബായുടെ കഴിഞ്ഞ കാലങ്ങളിലെ കരുത്തും ഊർജവും ഒരുപോലെ സ്വീകരിച്ച് മലങ്കര മെത്രാപ്പൊലീത്തയോടൊപ്പം സഭയിലെ അഭിനന്ദനായ പിതാക്കന്മാരോടൊപ്പം സഭാ നേതൃത്വത്തോട് ചേർന്ന് സഭാസമിതികൾ ഒരുമിച്ച് ചേർന്ന് ഒറ്റക്കെട്ടായി ഐക്യത്തോടെ ഭിന്നതയില്ലാതെ ഭിന്നതയുടെ ദുരാത്മാക്കളെ ദൂരത്താക്കിക്കൊണ്ട് ഐക്യത്തിന്റെ ആത്മാവിൽ ഈ സഭയെ പടുത്തുയർത്താൻ, ഈ സഭയുടെ പള്ളികൾ സംരക്ഷിക്കുവാൻ ഏവർക്കും സാധിക്കണം. ഈ നാളുകളിൽ ഓരോരുത്തരും നൽകുന്ന നിർലോഭമായ നിസ്തുലമായ സഹകരണത്തിന്, സേവനത്തിന്, പ്രാർത്ഥനകൾക്ക്, പ്രചോദനത്തിന്, പിന്തുണയ്ക്കൊക്കെ പരിശുദ്ധ സഭയുടെ പേരിൽ, പിതാക്കന്മാരുടെ പേരിൽ, സഭാ ട്രസ്റ്റിയുടെ പേരിൽ, സെക്രട്ടറിയുടെ പേരിലൊക്കെ ഏവരോടും നന്ദി അറിയിക്കുകയാണ്. തുടർന്നുള്ള ദിവസങ്ങളും പ്രതികൂലത്തിന്റെ ദിവസങ്ങളാണെന്ന് കണ്ട് ഈ സഭയ്ക്ക് ഒരു നീതി ലഭിക്കുവാൻ, നീതിയുള്ള ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിക്കുവാൻ, ഒരു നിയമനിർമ്മാണത്തിലൂടെ ഈ സഭാതർക്കം ശാശ്വതമായി പരിഹരിക്കപ്പെടുവാൻ, കരുണയുള്ള ഭരണാധികാരികളെ ഈ നാളുകളിൽ ദൈവം എഴുന്നേൽപ്പിക്കുവാൻ, അവരിൽ നീതിബോധം നടത്തുവാൻ, അവരിൽ കാരുണ്യത്തിന്റെ വലിയ കൃപ ലഭിക്കുവാൻ നമുക്ക് ഈ ദിവസങ്ങളിൽ സഭയ്ക്ക് വേണ്ടി ഒരു ദിവസം ഒരു 5 മിനിറ്റ് പ്രാർത്ഥിക്കുവാൻ എല്ലാവരും തയ്യാറാകണം. അങ്ങനെ പ്രാർത്ഥനയോട് ഒരുമിച്ച് നിന്നാൽ ഇത് യഹോവയാൽ സംഭവിച്ചു, ജനത്തിന് ആശ്ചര്യമെന്ന് പറയുന്ന ഒരു വലിയ ദിവസം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന പ്രതീക്ഷയോടെ നമുക്ക് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ നന്ദി കരയേറ്റാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്, യഹോവ നമ്മുടെ ന്യായാധിപനാണ്, യഹോവ നമ്മുടെ ന്യായദാതാവാണ്, അവൻ നമ്മുടെ രാജാവാണ്, അവൻ നമ്മെ രക്ഷിക്കും. നമുക്ക് ലോകത്തിൽ ആശ്രയിപ്പാൻ ആരുമില്ല, നമുക്ക് ദൈവത്തിലല്ലാതെ മറ്റൊരാശ്രയമില്ല. ആരുടെ നാമധേയത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു ആ പരിശുദ്ധ അമ്മയുടെയും ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും ഒക്കെ കാവൽ നമുക്ക് സംരക്ഷണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച് പ്രതികൂല കാലാവസ്ഥയിലും സഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നെത്തി ഇതിന് പിന്തുണ നൽകിയേണ്ടവരോട്, അതോടൊപ്പം സമൂഹ മാധ്യമങ്ങളിലൂടെ, ടെലഫോണിലൂടെ ഒക്കെ ആശംസകളും പിന്തുണയും അറിയിച്ച എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും പ്രാർത്ഥനയും അർപ്പിച്ച് വാക്കുകളെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ആരുടെ കഴിവോ സ്വാധീനമോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ മഹാകരുണ മാത്രമാണ് ഇന്ന് വിശുദ്ധ ദേവാലയം അതിൻ്റെ സ്ഥാപന ഉദ്ദേശത്തിൽ ഇന്നും നിലനിൽക്കുന്നത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പറഞ്ഞതായ കാര്യങ്ങൾ ആവർത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ പരിശുദ്ധ സഭ ഉണർന്നെഴുന്നേറ്റതായ ഒരു അനുഭവമായിരുന്നു. എല്ലാ മേഖലകളിൽ നിന്നും വൈദികര്, അപ്പോൾ തന്നെ വിശ്വാസികളുടെ വലിയ കൂട്ടം, സമർപ്പണത്തോടു കൂടിയുള്ള വിശ്വാസികളുടെ വലിയ കൂട്ടം. ഞാനെപ്പോഴും എല്ലായിടത്തും പറയാറുണ്ട്, ഈ സഭ ഒന്നിലും സമ്പന്നമല്ല, സാമ്പത്തികമായി നമ്മൾ പിന്നോക്കമാണ്. എന്നാൽ ഒരു കാര്യത്തിൽ ഈ പരിശുദ്ധ സഭ സമ്പന്നമാണ്. കണ്ണുനീരോടെ ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശ്വാസികളുടെ സമൂഹം ഒരു പക്ഷേ മറ്റൊരു സഭയ്ക്കും അവകാശപ്പെടാനില്ലാത്തതായ ആ വലിയ സമ്പത്താണ് ഈ സഭയെ ഇന്നും നിലനിൽക്കുന്നത്. എൻ്റെ വാക്കുകളെ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഇത് നമ്മുടെ ഒരു വിജയമായി ഒന്നും കാണണ്ട. ദൈവം നമുക്ക് നൽകിയതായ ഒരു ആശ്വാസമാണ്. അതിലൂന്നി നമുക്ക് സുരക്ഷിതമായ മേഖലകളിൽ എത്തിച്ചേരണം. എന്നും നമുക്കിതുപോലെ ഒന്നിച്ചു കൂടി പ്രതിരോധിക്കുവാനായി സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ശാശ്വതമായൊരു പരിഹാരം അത് ഈ സഭയ്ക്ക് സമീപഭാവിയിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് കൂട്ടായി പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നിലകൊള്ളണം.
അഭിനന്ദരായ പിതാക്കന്മാർ എല്ലാം മറന്ന് അവരുടെ എല്ലാ മറ്റാവശ്യങ്ങളെല്ലാം മാറ്റിവെച്ച് ഈ ദേവാലയത്തോട് ചേർന്ന് നിന്ന് ഈ സഭയുടെ എല്ലാ വിഷമങ്ങളിലും എല്ലാ ദേവാലയങ്ങളിലും അവരെല്ലാം ഓടിയത്. അപ്പോൾ തന്നെ മലങ്കര മെത്രാപ്പോലീത്ത അദ്ദേഹം എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയും ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടുമാണ് കേസ് കാര്യങ്ങളിലെല്ലാം വേണ്ടി അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തു. അതുകൊണ്ട് ആശ്വാസകരമായ അവസ്ഥയൊക്കെ കോടതിയിലുണ്ടായി. എല്ലാത്തിനും ഉപരിയായി ശ്രേഷ്ഠ കാതോലിക്ക ബാവയുടെ നീരോട് കൂടിയുള്ള പ്രാർത്ഥന നിങ്ങൾ ബാവയ്ക്കായിട്ട് പ്രാർത്ഥിക്കണം. തിരുമേനിമാര്, സഭാ വൈദിക ട്രസ്റ്റി, സഭാ ആത്മായ ട്രസ്റ്റി, സഭാ സെക്രട്ടറി, വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, വിവിധ ഭദ്രാസനങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നവരുടെ വൈദികർ, അങ്കമാലി ഭദ്രാസനത്തിലെ കൗൺസിൽ അംഗങ്ങൾ, വിവിധ പള്ളികളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള സഹോദരി സഹോദരങ്ങളെ, ട്രസ്റ്റി ഓർമ്മപ്പെടുത്തിയതുപോലെ വിജയം അല്ല നമ്മുടെ മുമ്പിലുള്ള ഒരാശ്വാസം. കേസ് തുടർന്നും വരികയാണ്. പ്രാർത്ഥിക്കുക. അത് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. ഇന്നലെ മുതൽ മാത്രമല്ല, കഴിഞ്ഞ ഞായറാഴ്ച മുതൽ അവരുടെ വൈദികർ, തിരുമേനിമാര്, വിവിധ ഭദ്രാസനങ്ങളിൽ നിന്നുള്ളതായ ദൈവമക്കളൊക്കെ, സഭയുടെ ഭാരവാഹികളും വർക്കിംഗ് കമ്മിറ്റി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളൊക്കെ പല സമയത്തായിട്ട് ഇവിടെ കടന്നു വരികയുണ്ടായി. ഇവിടുത്തെ കാര്യങ്ങളിൽ സഹകരിച്ച എല്ലാവരോടും, കടന്നു വന്ന എല്ലാവരോടും, ബന്ധപ്പെട്ടു നിന്ന എല്ലാവരോടും ഉള്ളതായ നന്ദി ഒറ്റ വാക്കിൽ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. തുടർന്നും ഇങ്ങനെയുള്ളതായ പ്രതിസന്ധികൾ വരുമ്പോൾ കടന്നു വന്ന് സഹായിക്കണം, സഹകരിക്കണം എന്ന് വിനയത്തോടെ ഈ ഇടവകയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവരോടുമുള്ളതായ നന്ദി അറിയിക്കുന്നു. തുടർന്നും ദൈവമക്കൾ സഭയ്ക്ക് വേണ്ടി, ശ്രേഷ്ഠഭാവയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രതിസന്ധികൾ നിൽക്കുന്ന വൃന്ദാനം, വഴുവന്നൂര്, നമ്മുടെ ഈ പള്ളി, തൃശ്ശൂരുള്ള മംഗലണ്ട, എരുക്കിഞ്ചിറ, ചെറുകുന്ന്, ഈ പള്ളികളാണ് ഇപ്പോൾ ഏറ്റവും പ്രതിസന്ധിയിൽ നിൽക്കുന്നത്. ഈ പള്ളികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. നമുക്കൊന്ന് മാത്രമേ ഉള്ളൂ, നമ്മുടെ പിതാക്കന്മാർ നമ്മെ ഏൽപ്പിച്ചതായ സത്യവിശ്വാസം, ആ വിശ്വാസത്തിൽ പണിതതായ ദൈവാലയങ്ങൾ അത് നിലനിർത്തുക, സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാൻ ദൈവം നമ്മുടെ ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് യുവാക്കളെ നിർത്തുന്നു. നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. In service to you,